ടൈറ്റിലിൽ കണ്ട പോലെ ലക്ഷ്മിയുടെ ലൈഫിലെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അപ്പൊ ആ അധ്യായം തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പിന് മുന്നേ തൊട്ട് ആലോചിക്കായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എല്ലാം ഒന്ന് ശരിയായി വന്നത്. വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോറി മറന്നുപോയി. ഞാൻ ഹരി, ലക്ഷ്മി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. ഇതിനു മുന്നേ ചില വീഡിയോസിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹരിയുടെ കോളേജ് ടൈമും പിന്നെ ഒരു മേജർ പാർട്ട് ഹരി ജീവിച്ചത് ചെന്നൈയിലാണെന്നുള്ളത്. അപ്പോൾ ഹരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു മെറീന ബീച്ച് എന്നുള്ളത്. ചെന്നൈയിൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു വാശിയായിരുന്നു ആദ്യം മെറീന ബീച്ചിലേക്ക് വരണം എന്നുള്ളത്. കല്യാണം ബീച്ച് റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വലത്തെ ഭാഗത്താണ് ബീച്ച്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് 2 ദിവസമായി. മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതേ പറഞ്ഞിട്ട് മഴ പെയ്തു തുടങ്ങി. നമ്മൾ നനഞ്ഞ് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നടക്കുന്നതിന്റെ ഈ സൈഡിലായിട്ട് കാണുന്നുണ്ടല്ലോ വിവേകാനന്ദ ഹൗസ് ആണ് കേട്ടോ. അപ്പൊ പണ്ട് എപ്പോഴോ വിവേകാനന്ദ സ്വാമി ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് പറയണത്. പക്ഷെ ഇത് രാമകൃഷ്ണ മഠിന്റെ അടിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എവിടെ പോയാലും മഴയാണ്, എവിടെ പോയാലും മഴയാണ്. അപ്പോൾ ചെന്നൈയിൽ ഇപ്പോൾ പണ്ട് ഇത്രയും ഗാർഡനും കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ല രസമായിട്ട് നിറച്ച് മരങ്ങളൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിങ്ങനെ ഇങ്ങനെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ക്ലീൻ ആണ് ഈ ഭാഗങ്ങളൊക്കെ. ബീച്ച് കുറേ ദൂരെയാണ്. ബീച്ച് നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്ര ദൂരെ കിടക്കണം. നല്ല മഴ. ലക്ഷ്മി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. മറീന ബീച്ചിൽ ഇതുവരെ വന്നിട്ടില്ല. മറീന ബീച്ചും കൂടി കാണിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നതാണ്. ആസ് ഓഫ് നൗ ഞങ്ങൾ സാലിഗ്രാം എന്ന് പറഞ്ഞിട്ട് വടപളനി എടുത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് നിങ്ങൾ വന്നാൽ പോരുമ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ. വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായി. ഈ ഷെഡിന്റെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ മഴ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, കുറയാന്നല്ല നിന്നിട്ടുണ്ട്. അപ്പം എല്ലാ ആൾക്കാരും ഞങ്ങളൊക്കെ കൂടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ശരിക്കും നനയ്ക്കാൻ വേണ്ടി പെയ്തൊരു മഴ ജസ്റ്റ് ഒന്ന് പെയ്തു പോയി. അപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ ഉദ്ദേശം ബീച്ച് കാണണമെന്ന് മാത്രമല്ല, ഇവിടെ സൈഡിൽ ബീച്ചിന്റെ സൈഡിൽ കുറെ ഇങ്ങനെ ബജ്ജി അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ബജ്ജി മാത്രമൊന്നുമല്ല, ഞാൻ ഇതിനെ കുറിച്ച് വായിക്കുമ്പോൾ ഈ ചോറ്, മീൻകറി, സീ ഫുഡ്, ഫ്രൈഡ് റൈസ് ഒക്കെ ഈ ഭാഗത്തല്ല, അത് അങ്ങ് അറ്റത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ ആ ഭാഗത്താണ് അതൊക്കെ കിട്ടുക. പക്ഷെ അത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ വയറിനൊരു പ്രശ്നം ചിലപ്പോൾ കിട്ടാം. പക്ഷെ ബജ്ജിയൊന്നും പിന്നെ അത്രയും വലിയ പ്രശ്നമില്ല തോന്നുന്നു. ഇന്നൊരു വീക്കെൻഡ് ആണ്, അതുകൊണ്ടും എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈവനിങ്ങിൽ വന്ന് നടക്കാനൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ, ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട്. മൊത്തം മഴയും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ചൂടൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ മറീന ബീച്ചിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ട്രിപ്ലിക്കേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മിക്ക ദിവസം രാത്രി ഇങ്ങോട്ട് വരും. ഈ ഭാഗത്തൊക്കെയാണ് വന്നിരിക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെയൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചാടി കളിച്ച് നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറേ തട്ടുകടകളൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രൈസും വന്നപ്പോ തന്നെ ഇവിടുത്തെ കാറ്റിന് തന്നെ നല്ല മണമായിരുന്നു. അതെന്ത് മണം ഉദ്ദേശിച്ചത്? ഭക്ഷണത്തിന്റെ ആണോ? ഞാൻ ചോദിച്ച വേസ്റ്റിന്റെ മണം. അപ്പോൾ നമുക്ക് പതുക്കെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സുനാമി വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ കടൽ ഇവിടെ വരെ കയറിയിട്ടുണ്ടായിരുന്നെന്നാണ് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ബീച്ചിൻ്റെ എന്തൊക്കെയോ ഇതിൽ വ്യത്യാസം വന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് അറിയില്ല. എന്താ വേണ്ട കഴിക്കാൻ? ബജ്ജി വേണോ? ബജ്ജി നല്ലതാണ്. ഞാൻ നേരത്തെ അവിടുത്തെ ചോറും ഫിഷും പൊട്ടയെന്നല്ലാട്ടോ പറഞ്ഞത്. നല്ല കടകളുണ്ടാവും. ഞാൻ അവിടുന്ന് 2 പ്രാവശ്യം കഴിച്ചപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ബജ്ജി ഇഷ്ടംപോലെ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇത്രയും കടകളില്ല. പണ്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു സൈഡ് ആ ഭാഗത്താണ് ലൈറ്റ് ഹൗസ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഇതിങ്ങനെ ചെറിയ കടകളായിരുന്നു. ഇങ്ങനെ ആ കാണുന്ന പെട്ടിക്കടയില്ല, അതുപോലെ ചെറിയ ഷോപ്പുകളായിരുന്നു. ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, ഈ ചിക്കൻ റൈസ് ഒക്കെ അല്ലേ തമിഴ്നാട്ടിലത്തെ, അതിലേക്ക് വേണ്ട ക്യാബേജ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാർ ഈ ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ റൈഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റപ്പ് ചെയ്യുക. അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
നല്ലൊരു മഴ വന്നു കേട്ടോ. കുറച്ച് ലെങ്തി മഴയായിരുന്നു. ഞങ്ങൾ ഈ ഷീറ്റിന്റെ അടിയിൽ നിൽക്കായിരുന്നു. ഇപ്പൊ മഴയൊക്കെ വീണ്ടും പോയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബജ്ജിക്കട ഒന്നും തുറന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ ഈ ഭാഗത്തൊന്നും ബജ്ജിക്കട കാണാനില്ല. അപ്പൊ ഞങ്ങൾ വയറിന് കുഴപ്പം വന്നാലും സാരില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു സീ ഫുഡും ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഞങ്ങളല്ല, ഞാൻ ആക്ച്വലി ഹരിക്ക് വലിയ സംഭവമൊന്നുമില്ല, പിന്നെ ഞാനാണ് നിർബന്ധിച്ച് കൊണ്ടുവന്നത്. എനിക്ക് പേടിയാട്ടോ. അതായത് പല സ്ഥലത്ത് പോയിട്ട് കഴിക്കാറുണ്ടെങ്കിൽ ഇവിടെ 2 പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക്, അതും കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വയർ എപ്പോഴും ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ, എന്നിട്ട് പോലും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആശാവാനല്ലേ വയറ്. അതെ നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ എന്നുള്ള കാര്യം കൂടി ഓർത്തോട്ടോ. അതെന്താന്ന് പറഞ്ഞില്ലല്ലോ, അത് പറയാട്ടോ. നമുക്ക് ആദ്യം ഈ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ബീച്ചിനെ കൂടെ നടക്കാം. ആ പോണ വഴിക്ക് നമുക്ക് കാര്യങ്ങളും കഥകളൊക്കെ പറയാം. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഫിഷ്, പ്രോൺസ്, കബാബ്സ്. എന്താ വേണ്ട? ഫിഷിൻ്റെ എന്തെങ്കിലും വേണോ അതോ ചിക്കൻ വേണോ? Fish finger is there, fish pakoda is there, squid is there. ക്രിസ്പി പ്രോൺസ് ഫ്രൈയും ചിക്കൻ ടിക്കയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ടേബിളിൽ വന്നിരുന്നു കേട്ടോ. അവർ വെള്ളമൊക്കെ തുടച്ച് തന്നു. ഞാൻ 2009 ചെന്നൈയിൽ വരണേ. ആ സമയത്ത് ഈ ഞായറാഴ്ചകളിലൊക്കെ ഈ ബീച്ചിൻ്റെ അവിടെയൊക്കെ നിറച്ചുന്ന ആൾക്കാരുണ്ടാവും, കളിക്കുന്നുണ്ടാവും കേട്ടോ. ടീനേജേഴ്സ് ആയാലും കുട്ടികളായാലും വലിയ ആൾക്കാരൊക്കെ ഇവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോളൊക്കെ കളിക്കുന്നുണ്ടാവും. പിന്നെ 2009-10 ആ സമയത്ത് എപ്പോഴും ഒരു റൂള് വന്നു, ഇവിടെ കളിക്കാൻ പാടില്ലെന്ന്. അല്ലെങ്കിൽ റോഡിലൊക്കെ അടുപ്പിച്ച് സ്റ്റമ്പ് വെച്ചിട്ട് ഇങ്ങനെ റോ ആയിട്ട് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുക. അത്രയും തിരക്കായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ. അത് പറഞ്ഞപ്പോഴത്തേക്ക് സാധനം വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആകെ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, ഇപ്പോൾ അവിടെ ആകെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വോളിബോൾ കളിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഇതേ ഒരു 1, 2, 3, 4, 5, 6, 7 പീസ് ചിക്കൻ. എന്തോ മയണൈസ് എന്ന് തോന്നുന്നു. മയണൈസോ അല്ലെങ്കിൽ മറ്റേ മിൻ ചട്നിയോ സൈഡിൽ ഇതാക്കി എടുത്തിട്ട്. താങ്ക് യു. അപ്പോൾ ക്രിസ്പി പ്രോൺസും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചു തുടങ്ങിയാലോ? നല്ലതാ, നല്ല സോഫ്റ്റാ. പിന്നെ മുകളിൽ അതല്ലേ മയണൈസ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. ലക്ഷ്മി ചേച്ചി മാത്രം കഴിച്ച് ശരിയാവല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ, എന്താ വേണ്ടേ? ആഫോസ് കിച്ചൺ ആൻഡ് അബൂബായ് എന്നാണ് കേട്ടോ ആ കടയുടെ പേര്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. പ്രോൺസിന് 150 രൂപയും ചിക്കൻ ടിക്കയ്ക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ മഴ പെയ്തു. പിന്നെ അങ്ങോട്ട് പോകേണ്ട, അവിടെ തന്നെ കുറച്ച് നേരം കയറി നിന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഹരി വിയറ്റ്നാം പോയ സമയത്ത് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി എൻ്റെ അടുത്ത് എന്താ പോവാത്ത, ഒപ്പം ഹരി എന്താ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ. കാർ ലൈഫ് 2.0 സീരീസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആക്റ്റീവ്ലി ജോലി നോക്കുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ജോലി നോക്കലും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ. നിങ്ങൾക്ക് ആലോചിച്ചറിയാവുന്നതാണ്. ഹരി തിരിച്ചു വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെന്നൈയിൽ നിന്ന് ഒരു കോള് വരുന്നത്, ഇൻ്റർവ്യൂ കോള്. 3-4 റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത്. നാളെ ഒരു മൺഡേ ആണ്, തിങ്കളാഴ്ച നാളെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഫുൾ മിക്സ്ഡ് ഇമോഷൻസ് ആണ് കേട്ടോ. പുതിയൊരു ജോലി, പുതിയൊരു സിറ്റി. ഞാൻ ചെന്നൈയിൽ ഇതുവരെ വന്നിട്ടില്ല. ടോട്ടലി ഒരു മിക്സ്ഡ് ഇമോഷനിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ കാർ ലൈഫ് ചെയ്യുന്ന സമയം തൊട്ട് ലക്ഷ്മി പറഞ്ഞ കേട്ടോ, എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണം. അപ്പോൾ ലക്ഷ്മിക്ക് ആദ്യം തൊട്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യണം, എന്തെങ്കിലും ആക്റ്റീവായിട്ട് ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മുടെ യാത്രയും അങ്ങനെ അതിൻ്റെ ഇടയിൽ അതിങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വടപളനിയിലാണ് കേട്ടോ ലക്ഷ്മിയുടെ ഓഫീസ് വരുന്നത്. വടപളനി മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. ബ്രാൻഡ് മാനേജർ അല്ലേ, ആ ഒരു അങ്ങനെ ഒരു ഫീൽഡ് റിലേറ്റഡ് ആണ്. അപ്പോൾ നാളെ എന്തായാലും രാവിലെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയയിൽ ഞാനും കൂടെ പോന്നെ. പിന്നെ പുതിയ സിറ്റി അല്ലേ, അപ്പോൾ ഒരു കമ്പനി എന്നുള്ള രീതിയിലും കൂടിയാണ് വന്നത്. ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കും ചെന്നൈ കാണാം എന്നുള്ളൊരു ഐഡിയയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ നടന്ന് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഒരു പാലം പോലെ പണിതിട്ടുണ്ട്. പാലല്ല, ഒരു പ്ലാറ്റ്ഫോം പോലെ പണിതിട്ടുണ്ട്. ഇത് പണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ത് വൃത്തിയോടെ കാണിച്ചേക്കണം, ബീച്ചിൽ കൂടെ നടന്നു പോകണ ആ സുഖം അതിൻ്റെ മുകളിൽ കൂടെ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവിടെ എഴുതി വെച്ചേക്കണമെന്ന് അറിയോ, വീൽ ചെയറും കുട്ടികളുടെ പ്രാമും കയറ്റണം. അപ്പോൾ അടിപൊളി, ഭയങ്കര തോട്ട്ഫുൾ ആയിരുന്നു അത്. കാരണം നമ്മൾ ഒരിക്കലും ആലോചിക്കില്ലല്ലോ ബീച്ചിലേക്ക് ഒരു വീൽ ചെയർ അങ്ങനെ എത്ര ബുദ്ധിമുട്ടായിരിക്കും ഒരു വീൽ ചെയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. ഞങ്ങളിത് ഈ പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് കയറിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം നേരെ കടലിന്റെ അങ്ങോട്ടാണ് കേട്ടോ ലീഡ് ചെയ്ത് എത്തുന്നത്. അപ്പൊ ആക്ച്വലി ഞാൻ
ഇവിടെ തൽക്കാലം ഒരു PG-യിൽ നിൽക്കാം എന്നുള്ള പ്ലാനാണ് കേട്ടോ. ജോലിയൊക്കെ ആയിന്ന് വെച്ചതൊന്നും മൊത്തമായിട്ട് 10 Pin Stories വിടാന്നൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനെ എന്തായാലും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നതല്ല. അപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഒരു PG-യിൽ സെറ്റിൽ ആവാം. കാരണം വേറെ ട്രാവലിങ്ങും പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴയായിട്ടുണ്ട്. ഇത് ആക്ച്വലി പെട്ടെന്നുണ്ടായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫെർദർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണോ ഒന്നും പ്ലാൻഡ് അല്ല. നല്ല മഴ, സൂപ്പർ മഴ. അറ്റം വരെ നമുക്കൊരു തണലോ ഒന്നുമില്ല. എന്തായാലും ഇത് നനയാന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മൊത്തം നനഞ്ഞു കേട്ടോ. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ മനുഷ്യൻ പോകുന്നിടത്തുനിന്നൊക്കെ മഴ കൊണ്ടുവരാ തോന്നുന്നുണ്ട് കേട്ടോ. ഹരി നാട്ടിലെത്തി, അപ്പൊ ഒക്കെ അവിടെ മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ ഇവിടെ മഴ, നാട്ടിൽ മഴയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബായുടെ കടയിൽ വന്നു. നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേ, ബായുടെ കടയിൽ വന്നു. ടാർപോളയുടെ അടിയിൽ കയറി നിൽക്കുമായിരുന്നു. കുറേ നേരം നിൽക്കണു. മഴ തീർന്നപ്പോൾ അത് ഇരുട്ടായി, മൊത്തം ഇരുട്ടായി. ഞങ്ങൾ കുറച്ച് സ്ഥലത്തും കൂടി പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഈ നടക്കണില്ല. അപ്പോൾ ഞങ്ങൾ ഇതേ പതുക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് പോണ വഴിക്കാണ് ഇത് കണ്ടത്. ഇവിടെ ഒരു ട്രക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു സീ ഫുഡ് ട്രക്കാണ് കേട്ടോ. ഫുഡ് ട്രക്ക്, സീ ഫുഡ് ഫുഡ് ട്രക്കാണ് കേട്ടോ. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെയാണ്, ഗവൺമെൻറ്റിൻ്റെ സീ ഫുഡ് ട്രക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ വടവള്ളിയിലേക്ക് പോവാണ്. നാളെ നമുക്ക് ലക്ഷ്മി ചേച്ചീനെ സ്കൂളിൽ കൊണ്ടുവിടാം അല്ലേ? അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ ഓഫ് വർക്കാണ്. നമുക്ക് അവിടെ കൊണ്ടുവിടണം എന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ഇനി അധികം പ്ലാനൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചു പോവാണ്. നാളെ രാവിലെ കാണാം. ഇവിടെ ഒരാൾ രാവിലെ എനിക്ക് കുളിച്ച് റെഡിയായി പുതിയ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാ. ആക്ച്വലി കഴിഞ്ഞ തിങ്കളാഴ്ച ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചെറിയ ജോയിനിങ് ഡേറ്റിൽ ഒരു ഡിഫറൻസ് വന്നു. 3 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെ അവരുടെ മെയിലൊക്കെ വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആണ്, എക്സൈറ്റ്മെൻറ്റും ആൻസൈറ്റി ഒക്കെ കൂടി. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടതെന്ന് മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ആകെ ഒരു വേറൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വടപളനി നെക്സസ് മോളിൻ്റെ സൈഡിലാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. അവിടെ ഒരു അടയാർ ആനന്ദഭവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പതുക്കെ നമുക്കൊരു ഓട്ടോറിക്ഷ കയറ്റി വിടാന്നുള്ളൊരു ഐഡിയയിലൊക്കെയാണ്. ഓട്ടോറിക്ഷ പോകണം, നടന്നു പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നടന്നു പോകാൻ ദൂരമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നതാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് മഴയായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും മഴയായിരുന്നു. അന്ന് തുടങ്ങിയതാ. നമ്മളിവിടെ പോയില്ലേ, മെറീന ബീച്ചിൽ പോയില്ല, അന്ന് തുടങ്ങിയ മഴയാണ്, നിന്നിട്ടേ ഇല്ല. എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. ലക്ഷ്മി ജോലിക്ക് പോകണേൻ്റെ അല്ല, അതായത് ഇത്ര നാൾ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്നുള്ളതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളായത് കഷ്ടപ്പെടുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഏൺ ചെയ്തെടുത്ത ജോലിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ശരി, എന്നാൽ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വൈകുന്നേരം കാണാം. ടാറ്റാ. അനുഗ്രഹിക്കട്ടെ. ശരി, ഉച്ചയാകുമ്പോൾ വിളിക്കും. ടാറ്റാ. ലക്ഷ്മീനെ ഓട്ടോ ഒക്കെ കയറ്റി വിട്ട് ഞാൻ പതുക്കെ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ നമുക്കിനി 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, വൈകുന്നേരം ലക്ഷ്മീനെ പോയി വിളിക്കാൻ പോകണം. അപ്പോൾ അതെന്താണ് അവിടെ പോയി കാണിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജോലിയുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ രണ്ടാമത്തെ ഒരു ഹോസ്റ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വെക്കണം. ബാഗ് വലിയൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അത് കഴിഞ്ഞ് ഞാനിന്ന് ചേച്ചിക്ക് ഒരു ട്രീറ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ജോലി കിട്ടിയതിൻ്റെ. അപ്പോൾ അതും ഇന്ന് വൈകുന്നേരം മഴയില്ലെങ്കിൽ ഇന്നങ്ങനെ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണോ ആൾക്കാരൊക്കെ? കൂടുതൽ ഇങ്ങനെ പരിചയപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. ജോലി എന്താന്നൊക്കെ പറഞ്ഞുതരാം. ഇഷ്ടായ ജോലിക്കാരി കേട്ടോ. ജോലിക്കാരി ജോലി കഴിഞ്ഞ് വന്നേക്കാണ്. മലയാളികളുണ്ടോ? ഇല്ല, ഞാൻ മാത്രമാണ് മലയാളി. ഞാൻ മാത്രമാണ് ഏറ്റവും വയസ്സ് പറഞ്ഞിട്ടുള്ള ആളും. നല്ല രസമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൂടുതലാണ് എന്താ ജോലി, അങ്ങനെ ഞാൻ ബ്രാൻഡിങ്ങിലാണ് കൂടുതലും എൻ്റെ ജോബ് റോൾ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം, കമ്പനീനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫുൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാണിക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു.
ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവച്ചു, പിന്നെ ഒരു കിംച്ചി കൊണ്ടുവച്ചു. കിംച്ചി ഉണ്ട്, പിന്നെ കുക്കുംബർ എന്തോ ഒരു പിക്കിൾ പോലെ അങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ചു. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ബുഫേ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മെനു കൊണ്ടുവച്ചിട്ടുണ്ട്. മെനുവിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തെടുക്കാം. എന്താ വേണ്ടേ? നിങ്ങളിവിടെ വന്ന് മെനു ഒക്കെ കണ്ട് നോക്കുമ്പോൾ ബുഫേ എടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ബുഫേയിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഐറ്റംസും ചിക്കൻ ഐറ്റംസും ഒക്കെ കൂടി ക്ലബ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും ഡെസേർട്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ബുഫേ എടുത്താലോ എന്ന്. ബുഫേ എടുക്കാം. ഷെഷ്വാൻ ഫിഷ് കഴിച്ചു, വോണ്ടൻസ് കഴിച്ചു, പിന്നെ ക്രിസ്പി കോൺ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ നോൺ വെജ് ബുഫിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു വെജിലത്തെ സ്റ്റാർട്ടേഴ്സ് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ക്രിസ്പി കോൺ കഴിച്ചു. ഇതിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഡിംസംസും പിന്നെ അതേപോലെ തന്നെ ഡ്രം സ്റ്റിക്സും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. സ്റ്റാർട്ടേഴ്സ് ഇവിടെ സെർവ് ചെയ്യും, മെയിൻ കോഴ്സ് നമ്മൾ ഓർഡർ ചെയ്തെടുക്കണം. ഡെസേർട്ടൊക്കെ എടുത്ത് കഴിച്ചിട്ടോ, പക്ഷെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെയും പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി മറന്നുപോയി. നടക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും വയറ് നിറഞ്ഞിരിക്കുകയാണ്. ട്രീറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ജോലി കിട്ടേണ്ട ട്രീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വരവുണ്ട്, ശമ്പളമൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ജീവിതം സെറ്റായി ഉണ്ണിയ ഭാര്യയ്ക്ക് ജോലി കിട്ടി. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളിത് ഇവിടെ ചുരുക്കാണ്. നമ്മുടെ യാത്രയൊക്കെ ഇനി വേറെ ലെവലിലേക്ക് പോകും. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറഞ്ഞ പോലെ ശമ്പളം പണിയെടുക്കണം. ഞാനിങ്ങനെ സെറ്റായിട്ട് നടക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുക. ഞങ്ങൾ ഇന്ന് ആക്ച്വലി ഹോസ്റ്റലിൽ ചെന്ന് ബാഗ് വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഭയങ്കര മഴ, അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ നാളെ ചെന്നിട്ട് ആ പരിപാടികളൊക്കെ തീർക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ നാളെ പോവും, അല്ലെങ്കിൽ മറ്റന്നാൾ പോവും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ലക്ഷ്മിനോട് നിന്നിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.